So write down the question. Show that Laplace transform of t raised to n e raised to 8t equal to n factorial divided by s minus a whole raised to n plus 1. Okay, so this is the question. Show that Laplace transform of t raised to n into e raised to 8t is equal to n factorial divided by s minus a whole raised to n plus 1. ഇപ്പം നിങ്ങൾക്കത് പ്രൂവ് ചെയ്യണം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ ഇൻറ്റു ഇ റേസ് ടു 8t എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് എ റേസ് ടു എൻ പ്ലസ് 1. Okay, so what is Laplace transform of t raised to n into f of t എന്തായിരുന്നു ഇതിന്റെ ഫോർമുല എന്താ? What is Laplace transform of t raised to n into f of t? എന്താ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ? പറ. ആർക്കും പറയാനില്ലേ? ശ്രീരജ്. Yes, ma'am. എന്താ Laplace transform of t raised to n into f of t? Minus 1 raised to n d raised to n by ds raised to n f of ft. Very good. F of L of f of t, Laplace transform of f of t. Okay. So this is the formula, or this is what a differentiation of transform. Okay. So Laplace transform of t raised to n into f of t is equal to minus 1 whole raised to n into dn by ds raised to n Laplace transform of f of t. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ടീൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാൻ വേണ്ടി വന്നാൽ then you have to use differentiation of transform, that is this formula. ഓക്കെ, സോ നമുക്ക് ആ ഒരു ഫോർമുല വെച്ചിട്ട് ഇത് നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. സോ എന്താ കണ്ടുപിടിക്കേണ്ടത്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ ഇൻറ്റു ഇ റേസ് ടു എ ടി. ഓക്കെ, so by differentiation of transform, what is Laplace transform of t raised to n into e raised to 8t? എന്തായിരിക്കും വരിക? ഹിയർ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 8t ആണ്. സോ ഈ ഒരു ഫോർമുല നമുക്കിവിടെ യൂസ് ചെയ്യാം ബിക്കോസ് ടി റേസ് ടു എൻ വരുന്നുണ്ട്. ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ടി റേസ് ടു എൻ. സോ വി ക്യാൻ യൂസ് ഡിഫറൻസിയേഷൻ ഓഫ് ട്രാൻസ്ഫോം. സോ ദി ഫോർമുല ഈസ് മൈനസ് 1 ഹോൾ റേസ് ടു എൻ ഡി എൻ ബൈ ഡി എസ് റേസ് ടു എൻ Laplace transform of f of t. So here f of t is e raised to 8t. Okay, which is equal to minus 1 into minus 1 whole raised to n dn by ds raised to n. What is Laplace transform of e raised to 8t? It is 1 by s minus a. And e raised to 8t, the Laplace transform is 1 by s minus a. Now minus 1 whole raised to n. And നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് കാണണം. ദിസ് ഈസ് nth ഡെറിവേറ്റീവ്. n ടൈംസ് നമ്മൾ ഇതിന്റെ ഡെറിവേറ്റീവ് കാണണം. അപ്പോൾ ഓരോ സ്റ്റെപ്പിൽ നമുക്ക് ഓരോ ടൈംസ് ഇതിന്റെ ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ ആദ്യം നമുക്കൊരു ഡി ഇവിടത്തേക്ക് കൊടുക്കാം. ഈ n ഉണ്ടല്ലോ, ഈ n-ൽ ഒരു ഡി, അതായത് ഒരു ഡി ബൈ ഡി എസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ട് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പം ബാക്കി ഇവിടെ എന്താ ഉണ്ടാവുക? ഡി എൻ മൈനസ് വണ്ണും ഡി എസ് റേസ് ടു എൻ മൈനസ് വൺ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. നമ്മൾ ഒരാൾ ഇവിടെ കൊടുത്തേ, അതായത് ഡി എൻ ബൈ ഡി എസ് റേസ് ടു എന്നിനെ നമ്മൾ എങ്ങനെ എഴുതി? ഡി എൻ മൈനസ് വൺ ബൈ ഡി എസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ബൈ ഡി എസ് എന്ന് എഴുതി. ഡി ബൈ ഡി എസ് ഓഫ് വൺ ബൈ എസ് മൈനസ് എ. ഓക്കെ, സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? വൺ ബൈ എസ് മൈനസ് എയുടെ ഡെറിവേറ്റീവ് ഇസ് വാട്ട്? മൈനസ് വൺ ബൈ എസ് മൈനസ് എ ഹോൾ സ്ക്വയർ. ഓക്കെ, derivative of 1 by x square is minus 1 by x square. So derivative of 1 by s minus a is minus 1 by s minus a whole square. Next step, what? Minus 1 whole raised to n into, we can take this minus 1 outside. Okay, then what? D by ds, d n minus 1 ds raised to n minus 1 1 by എസ് മൈനസ് എ ഹോൾ സ്ക്വയർ എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു, നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ എന്താ വരുക? മൈനസ് 1 ഹോൾ റേസ് ടു എൻ ഇൻറ്റു മൈനസ് 1 ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ്
ദിസ് ഇസ് n മൈനസ് വൺ. അതിൽ നമ്മൾ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് ഇതിനെ. അപ്പോൾ ഇതെന്തായിട്ട് മാറും? n മൈനസ് ടു ആയിട്ട് മാറും. ഓക്കെ, സോ 1 by s minus a whole square ഡെറിവേറ്റീവ് ഉണ്ട്. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് 1 by s minus a whole square? ഇറ്റ് ഈസ് മൈനസ് 2 by s minus a whole cube. ഓക്കെ, okay, so next is which is equal to minus 1 whole raised to n into minus 1 into, now we can take this minus 2 outside. Minus 2 നമുക്ക് ഔട്ട്സൈഡിലോട്ടേക്ക് എടുക്കാം. then ബാക്കി എന്താ ഉണ്ടാവുക? ds n minus 2 1 by s minus a whole cube. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്തതിൻ്റെ ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ എന്ത് കിട്ടും? മൈനസ് 1 ഹോൾ റേസ് ടു n ഇൻറ്റു മൈനസ് 1 ഇൻറ്റു മൈനസ് 2 ഇൻറ്റു, ഡെറിവേറ്റീവ് കാണുമ്പം ഇതിൻ്റെ ഒരു പവർ കുറയും. ദാറ്റ് ഈസ് n മൈനസ് 3 ആവും. ഇത് n മൈനസ് 3 ആവും. ദെൻ വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് 1 ബൈ എസ് മൈനസ് എ ഹോൾ ക്യൂബ്? ഇറ്റ് ഈസ് മൈനസ് 3 ബൈ s minus a whole raised to 4. Okay, then next step we can take minus 1 raised to n minus 1 into minus 2 into this 3 outside, that is minus 3 d by ds raised to n minus 3 1 by s minus a whole raised to 4. Okay, എഗെയിൻ നമ്മൾ ഇതന്നെ ഈ പ്രോസസ്സിങ്ങിനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കണം. അപ് ടു n ടൈംസ് നമ്മൾ ഇതിന് nth ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ n പ്രാവശ്യം നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കുന്നതിന് ഓരോ ഡി ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് പോകും. ഇത് n മൈനസ് 3-യിലാണുള്ളത്. ഇനി ഇതെന്താവും? n മൈനസ് 4 ആയിട്ട് മാറും. അപ്പം ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? മൈനസ് 4 ബൈ എസ് മൈനസ് എ ഹോൾ റേസ് ടു 5 എന്നാണ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു minus 1 whole raised to n into minus 1 into minus 2 into നിങ്ങളത് എഴുതിയെടുക്കുന്നുണ്ടായിരുന്നോ? ഇത്ര വരെ പറഞ്ഞത് ക്ലിയർ അല്ലേ? സോ നമ്മൾ ചെയ്തത് മൈനസ് 1 ഹോൾ റേസ് ടു n ഇൻറ്റു മൈനസ് 1 പുറത്തെടുത്തു, മൈനസ് 2 പുറത്തെടുത്തു, മൈനസ് 3 എടുത്തു, ലാസ്റ്റ് നമ്മൾ ഒരു മൈനസ് 4 പുറത്തെടുത്തു. അപ്പോൾ 4 പുറത്തെടുക്കുന്ന സമയത്ത് ബാലൻസ് ഉണ്ടാവുക ഇറ്റ് ഈസ് d റേസ് ടു n മൈനസ് എത്രയായിരുന്നു? 5 അല്ലേ വരിക? അല്ല, ഇവിടെ 4 ആണ്. അപ്പോൾ ഇവിടെ 4. സോ d s റേസ് ടു n മൈനസ് 4 1 ബൈ എസ് മൈനസ് എ ഹോൾ റേസ് ടു 5. അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ പോവാണ്. ഓക്കെ, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മളിത് എന്താവും? ലാസ്റ്റ് കംപ്ലീറ്റ് ഡെറിവേറ്റീവ് കണ്ട് ഒരു ആൻസർ കിട്ടുന്നവരെ നമ്മൾ ഈ പ്രോസസ്സ്, ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. സോ ലാസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? മൈനസ് 1 ഹോൾ റേസ് ടു n ഇൻറ്റു മൈനസ് 1 ഇൻറ്റു മൈനസ് 2 ഇൻറ്റു മൈനസ് 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു എത്ര വരെ നമുക്ക് ഇങ്ങനെ വാല്യൂസ് കിട്ടും? n വാല്യൂസ് നമുക്ക് ഇങ്ങനെ കിട്ടും. മൈനസ് n വരെ നമുക്ക് കിട്ടും. അതായത് ഇവിടെ n മൈനസ് 4 വന്നു, ഇവിടെ 4 ആകുമ്പോൾ 4 വന്നു, 5 ആകുമ്പോൾ 5 വന്നു. അങ്ങനെ ഇത് ഈ d ഇല്ലാണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഡിന്റെ പവർ 0 ആവണം അല്ലേ? അപ്പം എന്തായിരിക്കും? n മൈനസ് n വരുന്നവരെയാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം n മൈനസ് n മീൻസ് ഇവിടെ പുറത്ത് മൈനസ് n വരും. ബാക്കി എന്താ ഉണ്ടാവുക? ഇവിടെ ഇൻറ്റു 1 ബൈ എസ് മൈനസ് എ. ഇവിടെ നോക്ക്, ഇവിടെ n, ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 5 ആണ്. അതിന് തൊട്ട് മുന്നേ സ്റ്റെപ്പിലൊക്കെ അങ്ങനെയായിരുന്നു. 3 ആണെങ്കിൽ 4 ആയിരിക്കും, 2 ആണെങ്കിൽ 3 ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. സോ അതേപോലെ ഇവിടെ n ആവുമ്പം ഇവിടെ എന്താ ഉണ്ടാവുക? n പ്ലസ് 1 ആയിരിക്കും ഇവിടെ കിട്ടുക. ഓക്കെ, നൗ ഇറ്റ് ഈസ് മൈനസ് 1 ഹോൾ റേസ് ടു n ഇൻറ്റു ഇവിടെ എന്താ? ഈ മൈനസ് 1 മൈനസ് 2 മൈനസ് 3 മൈനസ് n, ഇവിടെ നല്ല നമുക്കൊരു മൈനസ് 1
പുറത്തെടുക്കാം, ഇവിടെ -1 പുറത്തെടുക്കാം, ഇവിടെ -1 പുറത്തെടുക്കാം, ഇവിടെ -1 പുറത്തെടുക്കാം, എക്സെട്ര. ഇവിടെയും ഒരു -1 എല്ലാം നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കുക. അപ്പൊ എന്താ വരുക? ഈ ഒരു ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? -1നെ എങ്ങനെ എഴുതാം? നമുക്ക് -1 into 1 എന്ന് എഴുതാം അല്ലെ. -2നെ എങ്ങനെ എഴുതാം? -1 into 2 എന്ന് എഴുതാം. -3നെ എങ്ങനെ എഴുതാം? -1 into 3 എക്സെട്ര into -1 into n. ഇങ്ങനെയല്ലേ നമ്മൾ എഴുതുക? into 1 by s minus a whole raised to n plus 1 which is equal to -1 whole raised to n into. നമുക്കിവിടെ ഈ ഇതിനൊന്ന് സെപ്പറേറ്റ് ചെയ്യാം. ഈ -1 into -1 into -1 into -1 ഇല്ലേ, എക്സെട്ര. അപ്പൊ അതിനൊന്ന് ഒന്നിച്ചിട്ട് എഴുതാം. ദാറ്റ് ഇസ് -1 into -1 into -1 into എക്സെട്ര into -1. എത്ര -1കൾ വരും? 1 2 3 എക്സെട്ര n വരെ എന്തുണ്ട്? -1 ഉണ്ട്. അപ്പം n -1കൾ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻറ്റു ബാക്കി ഇനി എന്തൊക്കെയുള്ളത്? 1 into 2 into 3 into എക്സെട്ര into n. നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് ഈ -1 -2 -3 സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതി, അത്രയേ ഉള്ളൂ. -1ന്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് ഈ -1നെയും -2നെയും -3നെയും ഒക്കെ എഴുതി, അത്രയേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ആൻഡ് വി ടേക്ക് ദാറ്റ് -1 എല്ലാം ഒന്നിച്ചിട്ടെടുത്ത് നമ്മൾ -1 into -1 into എക്സെട്ര into -1 into 1 into 2 into 3 into എക്സെട്ര into n into 1 by s minus a whole raised to n plus 1 which is equal to -1 whole raised to n into. ഇവിടെ എത്ര -1 ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? n -1 മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെന്തായിരിക്കും? -1 whole raised to n തന്നെയായിരിക്കും അല്ലേ. 2 into 2 എന്ന് പറഞ്ഞാൽ എന്താ? 2 raised to 2. അതേപോലെ -1 into -1 into -1 into n times -1 എന്ന് പറഞ്ഞാൽ എന്താ? -1 raised to n into 1 into 2 into 3 into etc into n means what? It is n factorial, right? 1 into 2 into 3 into etc into n പറയുന്നത് n factorial ആണ്, into 1 by s minus a whole raised to n plus 1. ഇത് നോക്ക്, -1 whole raised to n into -1 whole raised to n എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ. -1 into -1 1 ആണ്. പവേഴ്സ് ഈക്വൽ ആണെങ്കിൽ it is 1. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് 1 ആണ് കിട്ടുക. Therefore the answer is n factorial divided by s minus a whole raised to n plus 1. Hence the proof. Okay. മനസ്സിലായോ? അത് ക്ലിയർ ആണോ? ഒന്നുമില്ല, നമ്മൾ ആ ഒരു ഫോർമുല വെച്ചിട്ട് ചെയ്തതേ ഉള്ളൂ. ഓരോ സ്റ്റെപ്പിൽ ഡെറിവേറ്റീവ് ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോമൺ ആയിട്ട് ഇങ്ങനെ ടേംസ്, ഓരോ നമ്പേഴ്സ്, ഓരോ സ്റ്റെപ്പിൽ, ആദ്യത്തെ സ്റ്റെപ്പിൽ -1 പുറത്തെടുക്കുക, രണ്ടാമത്തെ സ്റ്റെപ്പിൽ -2 പുറത്തെടുക്കാൻ പറ്റും, മൂന്നാമത്തേൽ -3, അങ്ങനെ n സ്റ്റെപ്സ് ഉണ്ടാവും. n ഡെറിവേറ്റീവ്സ് അല്ലേ നമ്മൾ കാണുന്നത്. സോ n സ്റ്റെപ്സ് ഉണ്ടാവും. ഇപ്പം n വരെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി അടുത്തതൊരു 3 ഇക്വേഷൻസ് നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാനുണ്ട്. 3 ഫോർമുലാസ് ഡിറൈവ് ചെയ്യാനുണ്ട്. അതിൽ ആദ്യത്തെ ഒരു ഫോർമുല ഞാൻ നിങ്ങൾക്ക് ഡിറൈവ് ചെയ്ത് തരും, ബാക്കി 2 നിങ്ങൾ ചെയ്യാം. അത് ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അപ്ലോഡ് ചെയ്ത നോട്ടിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ എന്താ ഈ ഫസ്റ്റ് ഫോർമുല ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും. ബാക്കി 2 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കി വെക്കുക. ഇനി അഥവാ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ, അത് 3 ചെയ്തിട്ട് പോവാൻ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് നമുക്ക് സെയിം ആണ്, 3 ഫോർമുലയും ഏകദേശം സെയിം ആണ്, ഒരേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ശ്രദ്ധിക്കും. ക്വസ്റ്റ്യൻ ഇതാണ്: യൂസിങ് ഡിഫറൻസിയേഷൻ ഓഫ് ട്രാൻസ്ഫോം derive the following formula. Derive following formulas. അതിൽ ഫസ്റ്റ് ഫോർമുല L inverse of S by S square plus beta square whole square equal to 1 by 2 beta into t sin beta t. Okay. ഈ ഒരു ഫോർമുല നിങ്ങളൊന്ന് ഡിറൈവ് ചെയ്ത് എടുക്കാനുണ്ട്. സോ
L inverse of s by s square plus beta square whole square equal to 1 by 2 beta into t into sine beta t. Okay. Question പറഞ്ഞിട്ടുണ്ട് we have to use differentiation of transform. The differentiation of transform means what? Laplace transform of t into f of t എന്ന് പറയുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ t raised to n into f of t എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടി ആ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇത് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ എൽ ഇൻവേഴ്സ് അല്ലേ കാണണ്ടേ? നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാനുള്ള ഫോർമുലയാണ് ടി റേസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് ടി, ഈ ഡിഫറൻസിയേഷൻ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എങ്ങനെ ഇത് കണ്ടുപിടിക്കും? ഇത് യൂസ് ചെയ്യാൻ വേണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഇക്വേഷൻ നമ്മളൊന്ന് മാറ്റി എഴുതും. ഓക്കെ, സോ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ എൽ ഇൻവേഴ്സിനെ നമ്മൾ റൈറ്റ് സൈഡിലോട്ടേക്ക് കൊണ്ടുപോകും. അപ്പൊ ഇതെന്താവും? എൽ ഇൻവേഴ്സ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ അതെന്താവും? എൽ ആവും, ലാപ്ലേസ് ട്രാൻസ്ഫോം ആവും. സോ നമുക്ക് എന്ത് കിട്ടും? എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 by 2 ബീറ്റ ഇൻറ്റു ടി ഇൻറ്റു സൈൻ ബീറ്റ ടി. ഓക്കെ, അപ്പം ഇത് ഡിറൈവ് ചെയ്യാന്ന് പറയുന്നതും ഇത് ഡിറൈവ് ചെയ്യാന്ന് പറയുന്നതും സെയിം ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? വി ക്യാൻ യൂസ് ഡിഫറൻസിയേഷൻ ഓഫ് ട്രാൻസ്ഫോം സിൻസ് ഇറ്റ് കണ്ടെയ്ൻസ് ടി ഇൻറ്റു സൈൻ ബീറ്റ. ടിന്റെ പ്രൊഡക്റ്റ് വന്നത് കണ്ടോ? ടി ഇൻറ്റു എഫ് ഓഫ് ടി ഫോമിലാണ് ഇതുള്ളത്. സോ ഹിയർ വി ക്യാൻ യൂസ് ഡിഫറൻസിയേഷൻ ഓഫ് ട്രാൻസ്ഫോം. അപ്പം ഇവിടെ നമ്മൾ ഡിഫറൻസിയേഷൻ ഓഫ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ഈ ഒരു ഫോമിലെ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഇത് ഡിറൈവ് ചെയ്യുന്നതും ഇത് ഡിറൈവ് ചെയ്യുന്നതും എന്താണ്? സെയിം ആണ്. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻസും സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, സോ നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇത് നമ്മൾ കണ്ടുപിടിക്കും. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 by 2 ബീറ്റ ഇൻറ്റു ടി സൈൻ ബീറ്റ ടി എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. അതിന്റെ ആൻസർ നമുക്ക് ഇത് കിട്ടും. ഹെൻസ് ഇറ്റ് ഈസ് ഡിറൈവ്ഡ്. ഓക്കെ, മനസ്സിലായോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യാന്നുള്ളത് ക്ലിയർ ആയോ? ചെയ്യാൻ പോകുന്നത് ക്ലിയർ ആണോ? പറഞ്ഞ് മനസ്സിലായോ? പറഞ്ഞ് ക്ലിയർ ആണോ നിങ്ങക്ക്? നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ മനസ്സിലായോ? ഓക്കെ, അതായത് നമുക്ക് ഈ ഒരു ഫോർമുല ഡിറൈവ് ചെയ്യണം. എൽ ഇൻവേഴ്സ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 by 2 ബീറ്റ ഇൻറ്റു ടി സൈൻ ബീറ്റ ടി ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇത് ഡിറൈവ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു യൂസ് ഡിഫറൻസിയേഷൻ ഓഫ് ട്രാൻസ്ഫോം. ഈ ഡിഫറൻസിയേഷൻ ഓഫ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ഫോർമുല ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഡിഫറൻസിയേഷൻ ഓഫ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് Laplace transform of t raised to n into f of t equal to -1 whole raised to n into dn by ds raised to n into Laplace transform of f of t. ഇതാണ് നമ്മുടെ ഡിഫറൻസിയേഷൻ ഓഫ് ട്രാൻസ്ഫോം. അപ്പൊ ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു ഫോർമുല ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫോർമുല യൂസ് ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ഡിറൈവ് ചെയ്യാനുള്ള ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതി. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട്. ഈ ഇവിടെയുള്ള എൽ ഇൻവേഴ്സിന് നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എൽ ഓഫ് 1 by 2 ബീറ്റ ഇൻറ്റു ടി സൈൻ ബീറ്റ ടി എന്ന് കിട്ടി. അപ്പം ഇത് ഈ ഒരു ഫോർമുല ഡിറൈവ് ചെയ്യുന്നതും, അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന ഈ ഒരു ഫോർമുല, ഇത് ഡിറൈവ് ചെയ്യുന്നതും ഇത് ഡിറൈവ് ചെയ്യുന്ന സെയിം ആണ്. അതായത് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഡിറൈവ് ചെയ്താൽ രണ്ടും ചെയ്ത പോലെ തന്നെയാണ്. ദിസ് ഇസ് ഈക്വൽ ടു ദിസ് ബോത്ത് ഇക്വേഷൻസ് ആർ ഈക്വൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇതാ. ഇവിടെ നിങ്ങൾ കണ്ടോ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 by 2 ബീറ്റ ഇൻറ്റു ടി ഇൻറ്റു സൈൻ ബീറ്റ ടി എന്നുള്ളത്. അപ്പൊ ഇവിടെ ടി ഇൻറ്റു
ടീൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് ഒരു ഫംഗ്ഷൻ വന്നു. അപ്പൊ ടി ഇൻറ്റു സം ഫംഗ്ഷൻ എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം? ഡിഫറൻസിയേഷൻ ഓഫ് ട്രാൻസ്ഫോം യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ഈ ഒരു റൈറ്റ് സൈഡിൽ ഇവിടെ നമ്മൾ ഡിഫറൻസിയേഷൻ ഓഫ് ട്രാൻസ്ഫോമിന്റെ ഫോർമുല യൂസ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് ഈക്വൽ ടു ഇതാണെന്ന് കണ്ടുപിടിക്കും. അപ്പൊ ഈ ഒരു ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കും. ഓക്കെ, സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/2 ബീറ്റ ഇൻറ്റു ടി സൈൻ ബീറ്റ ടി എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് ബൈ യൂസിങ് ഡിഫറൻസിയേഷൻ ഓഫ് ട്രാൻസ്ഫോം. അപ്പോൾ അത് കണ്ടുപിടിച്ചാൽ വിൽ ഗെറ്റ് ദി ആൻസർ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പം അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായി അത് ഡിറൈവ് ചെയ്തു. ഓക്കെ, സോ ക്ലിയർ ആണോ? Is it clear? ഓക്കെ, അപ്പൊ നോക്ക് എങ്ങനെയാണ് നമുക്കിത് ഡിറൈവ് ചെയ്യേണ്ടത്. നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/2 ബീറ്റ ഇൻറ്റു ടി സൈൻ ബീറ്റ ടി നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/2 ബീറ്റ ഇൻറ്റു ടി സൈൻ ബീറ്റ ടി ഇത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. Which is equal to 1/2 beta is a constant. So we can take that constant outside. So 1/2 beta into Laplace transform of t into sine beta t. Okay, which is equal to 1/2 beta into Laplace transform of t into sine beta t. എന്താണ്? Here we can use ഡിഫറൻസിയേഷൻ ഓഫ് ട്രാൻസ്ഫോം. എന്തുകൊണ്ടാണ്? ഇത് ടീന്ന് മൾട്ടിപ്ലൈ ആയിട്ട് വരുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പൊ ടി ഇൻറ്റു ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നാൽ ഉറപ്പായിട്ട് നമുക്ക് അവിടെ ഡിഫറൻസിയേഷൻ ഓഫ് ട്രാൻസ്ഫോം യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ എൻ ഇസ് ഈക്വൽ ടു എന്താണ്? 1 ആണ്. ടീന്റെ പവർ 1 ആണ്. സോ എൻ ഇസ് ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് ഏത് ഫോമിൽ യൂസ് ചെയ്യാം? -1 ഹോൾ റേസ് ടു 1 ഇൻറ്റു ഡി ബൈ ഡി എസ്. ഡി ബൈ ഡി എസ് ഒക്കെ ഇവിടെ ഒക്കെ 1 വരുക. ന്റെ പ്ലേസിൽ 1 ആയുണ്ട്. Laplace transform of sine beta. Here f of t is sine beta t. So Laplace transform of sine beta t, which is equal to 1/2 beta into -1 into d by ds into Laplace transform of sine beta t എന്താണ്? ബീറ്റ ടീൻ്റെ എന്താ? സൈൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താ? സൈൻ ബീറ്റ ടീൻ്റെത് ബീറ്റ ബൈ എസ് സ്ക്വയർ പ്ലസ് beta square, right? Sin 80, the Laplace transform of sin 80 is a by s square plus a square. Similarly, Laplace transform of sin beta t is beta by s square plus beta square. Okay, so this is equal to -1 by 1 into -1 -1. So -1/2 beta into d by ds of ബീറ്റ ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. ഇതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് കാണുക നമ്മൾ? ഹിയർ ഓക്കെ, ഇവിടെ ബീറ്റയും കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ബീറ്റനെ നമുക്ക് പുറത്തെടുക്കാം. അപ്പം മൈനസ് ബീറ്റ എന്ന് വരും. ഓക്കെ, ഈ ബീറ്റനെ നമ്മൾ പുറത്തെടുത്തു. ഇനി ബാക്കി എന്താ അവിടെ ഉള്ളത്? ഡി ബൈ ഡി എസ് ഓഫ് 1/s സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്നാണ് ഉള്ളത്. വിച്ച് ഈസ് ഈക്വൽ ടു ബീറ്റയും ക്യാൻസൽ ആയി പോകില്ലേ? സോ -1/2 വരും. -1/2 ഇൻറ്റു d by ds of 1/s square plus beta square എന്താ? 1/x നമുക്കറിയാം -1/x square ആണ്. So 1/s square plus beta square is also what? -1/s square plus beta square whole square. ഓക്കെ, കഴിഞ്ഞോ? ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എസ് ആണ് നമ്മൾ ഡെറിവേറ്റീവ് കാണുന്നത്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? എസ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എസ് സ്ക്വയർ വന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എസ് സ്ക്വയർ എസ് ക്യൂബ് അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഓഫ് എസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഡെറിവേറ്റീവ് കാണണം. അതായത് ചെയിൻ റൂൾ ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. -1/s square plus beta square whole square into s square ഡെറിവേറ്റീവ് ഇസ് 2s. സോ ഇൻറ്റു 2s എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു ഇനി എന്താ വരുന്നത്? -1 into 2 -2 അഗെയിൻ കോൺസ്റ്റന്റ് ആണ്. -2നെ പുറത്തെടുക്കാം നമുക്ക്. അപ്പോൾ എന്ത് വരും? -1 into -1 into 2 എല്ലാം നമ്മൾ പുറത്തെടുത്തു. ഡിവൈഡഡ് ബൈ 2 into s by s square plus beta square whole square. So ഇതൊക്കെ ക്യാൻസൽ ആയി. 2 ഉം 2 ഉം ക്യാൻസൽ ആയി. -1 into -1 1 ആണ്. So the answer is s by s square plus beta square whole square. ഇത് തന്നെയല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്?
ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/2 ബീറ്റ ഇൻറ്റു ടി ഇൻറ്റു സൈൻ ബീറ്റ ടി ഈക്വൽ ടു എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ ആണെന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ എല്ലിനെ നമ്മൾ ഇനി റൈറ്റ് സൈഡിലോട്ടേക്ക് കൊണ്ടുപോയാൽ വി വിൽ ഗെറ്റ് 1/2 ബീറ്റ ഇൻറ്റു ടി ഇൻറ്റു സൈൻ ബീറ്റ ടി ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഓക്കെ, ഹെൻസ് ദി പ്രൂഫ്. നമ്മൾ ഈ ഒരു ഫോമുല യൂസ് ചെയ്തു, അത്രേ ചെയ്തിട്ടു. ടി ഇൻറ്റു സൈൻ ബീറ്റ ടി, അവിടെ നമ്മൾ ഡിഫറൻസിയേഷൻ ഓഫ് ട്രാൻസ്ഫോം യൂസ് ചെയ്തു, ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് ക്യാൻസൽ ചെയ്യേണ്ടതൊക്കെ ക്യാൻസൽ ചെയ്താൽ വി വിൽ ഗെറ്റ് ദി ഫോർമുല. Is it clear? Attendance പറ. 1, 2, 2, 3, 4, Agna, Agna, 5, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, Arunima. Okay, 15, 15, 16, 18, 19, 20, രണ്ട് 21, 16, 16 ഇല്ലേ? 16, 17, 18, Ashwin K. Okay. 19, പറഞ്ഞോ. 19, 20, 21, 22, 23, 24, 25, 26, 27, 28, Shibilia. 29, 29, 30, 31, 32, ഗോപിക ഇല്ല. 33, 28, 34, 35, 36, 37, 38, 40, 41, 43, 44, 45, 46, 47, 48, 49,
50. 51. 51. 51. 52.